അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇതൊരു കുറിപ്പ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് അറിഞ്ഞൂടാ. ഞാൻ ആ കുറിപ്പ് വായിച്ചപ്പോൾ ഒരുപാട് ചിന്തിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഒരു 17 വയസ്സുള്ള മരണപ്പെട്ട ഒരു കുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ എടക്കരയിലായിരുന്നു ഈ 17കാരൻ താമസിച്ചിരുന്നത്. അവന് പച്ചക്കറിക്കടയിൽ നിന്ന് പച്ചക്കറി അടങ്ങുന്ന ഒരു ബോക്സ് മാറ്റിവെക്കുന്നതിനിടെ പെട്ടെന്ന് അവൻ്റെ കൈക്ക് എന്തോ ഒന്ന് കൊത്തി. ചെറിയ 2 മുറിവ്, രക്തം ഇങ്ങനെ പതുക്കെ വരുന്നേയുള്ളൂ. അവനക്ക് തോന്നി പാമ്പാണോ കൊത്തിയത്. ഒന്നുകൂടെ അവൻ ആ പച്ചക്കറി കട എടുക്കുമ്പോൾ ആ ഒരു പച്ചക്കറി ബോക്സ് കൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. വീണ്ടും ഒരു കൊത്തയേറ്റ പോലെ തോന്നി. അവൻ വേഗം കടയുടമയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ എന്തോ കൊത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ കയ്യിൽ 2 ചെറിയ പാടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് പാമ്പിൻ്റേതാണെന്ന് വേറെ സംശയിക്കാനൊന്നുമില്ല. ഉടൻ തന്നെ ഇവന് ചെയ്തതെന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത ക്ലിനിക്കിൽ കൊണ്ടുപോയി. ഈ ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ ക്ലിനിക്കിൽ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, ഇത് പാമ്പ് കടിയേറ്റതാണ്. ഇവനെ വേഗം നിലമ്പൂരിലെ ജില്ലാ മെഡിക്കൽ സെൻറ്ററിലേക്ക് എത്തിക്കണം, ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇവനെ ബേജാറാക്കാതെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഇവരിനി ചെയ്തതെന്താണെന്നറിയോ? ഈ ക്ലിനിക്കിൽ നിന്ന് ഈ കുട്ടിയുമായിട്ട് 17 വയസ്സുള്ള ഈ ചെറുക്കനുമായിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത്. വെറും 20 മിനിറ്റ് കൊണ്ട് ഈ ഒരു ക്ലിനിക്കിൽ നിന്ന് നിലമ്പൂരിലെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഇവർ ഈ കുട്ടിയെ എത്തിക്കുമ്പോഴേക്കും 1.5 മണിക്കൂർ കഴിഞ്ഞു. അതും ഈ കുട്ടിയെ കൊണ്ടുപോയത് ഒരു ബൈക്കിൻ്റെ പിറകിലിരുത്തിയിട്ടാണ്. ചെയ്താലോചിച്ചു. ഇവർ ചെയ്തതെന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം ഒരു വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഈ വിഷവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവർ സമയം കുറേ അങ്ങനെ ലാഗ് ചെയ്യിപ്പിച്ചു. ഇത് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഒരു കുട്ടിക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് കുറേ തെറ്റായ വിശ്വാസങ്ങളുണ്ട്. ആ തെറ്റിദ്ധാരണകളാണ് ഈ കുട്ടിയുടെ ജീവനെടുക്കാൻ കാരണം. ഒടുവിൽ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ കുട്ടി മരണപ്പെട്ടു. ഈ ഡോക്ടർ പറയാണ്, ശരിക്കും ഈ മരണത്തിന് ഉത്തരവാദികൾ നമ്മുടെ തെറ്റായ വിശ്വാസങ്ങളല്ലേ. ഒന്നാമത് പാമ്പ് കടിയേറ്റ ഒരാൾക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് എന്താണ്? ഒന്നാമത് ഈ ഒരു വൈദ്യന്മാരടുത്ത് കൊണ്ടുപോകാതിരിക്കുക. ഈ പാരമ്പര്യ ചികിത്സ, മറ്റു പല ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ രോഗിയുടെ ജീവൻ അപകടത്തിലാവുക ചെയ്യുക. മുമ്പ് നമുക്ക് ഈ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അതിനൊരു ആൻറ്റിവനം കണ്ടുപിടിക്കാത്തൊരു കാലത്ത് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈ നാട്ടുവൈദ്യന്മാരടുത്തും വിഷവൈദ്യന്മാരടുത്തൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. ഈ ആൻറ്റിവനമുള്ള ഹോസ്പിറ്റലുകളുടെ കണക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാലും കിട്ടും. അത്തരം ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കലാണ് ഒന്നാമതായിട്ട് വേണ്ടത്. 2, പാമ്പ് കടിയേറ്റ ഒരാളുടെ ഭാഗത്ത് നന്നായിട്ടൊന്ന് വൃത്തിയിൽ കഴുകുക. പിന്നെ ആ ഭാഗത്ത് ഇങ്ങനെ മുറുക്കി കെട്ടുന്നത് ശരിയല്ല. അവൻ്റെ രക്തമോട്ടം തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ജീവൻ തന്നെ പോകും. ആ ഒരു ഭാഗം പിന്നെ നിശ്ചലമായി പോകും. അത്യാവശ്യമാണെങ്കിൽ വളരെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് നിൽക്കാത്ത രീതിയിൽ ചെറുതായിട്ട് വേണമെങ്കിൽ കെട്ടാം. പിന്നെ ഈ ഒരു പാമ്പ് കടിയേറ്റ ഒരാളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അയാൾ ബേജാറായി കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ് കൂടും. ഫലം എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ ഈ ആള് വേഗത്തിൽ ഈ രക്തത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വിഷം കയറുകയും വേഗത്തിൽ ഈ രോഗി ഈ പാമ്പ് കടിയേറ്റ ഒരാൾ മരണപ്പെടുകയും ചെയ്യും. പിന്നെ പാമ്പ് കടിയേറ്റ ഭാഗം ഒരു കാരണവശാലും ഇളക്കാൻ ഇടവരരുത്. ശരിക്കും ഒരു സ്ട്രക്ചറിൽ കിടത്തിയിട്ട് ആംബുലൻസിലാണത് കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും ഇരുത്തിയിട്ട് കൊണ്ടുപോകരുത്. നടന്നിട്ട് തീരും പോകരുത്. നടക്കുന്ന സമയം അതേപോലെ ഇരുത്തിയിട്ട് ബൈക്കിൽ കൊണ്ടുപോവുക. ഇതൊക്കെയാണ് ഇവിടെ തെറ്റിച്ചത്. ഫലം എന്താ ഉണ്ടായത്? ഒന്നുകിൽ അവർക്ക് അലോപ്പതി മരുന്നിനോടുള്ള വിയോജിപ്പ് കൊണ്ടാണോ, അതോ അറിയാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ക്ലിനിക്കിൽ ഡോക്ടർ പറഞ്ഞു കൊടുത്തില്ലയോ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മുന്നിലേക്ക് എത്തിയ ഈ ഒരു പോസ്റ്റ്മോർട്ടം ബോഡി, ആ ഒരു ഡെഡ് ബോഡി 17 വയസ്സുള്ളൊരു കുട്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പാമ്പ് കടി ഏൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ഇതൊരു കുറിപ്പ് വായിച്ച ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. ഡോക്ടർ പറയാണ്, ഇത് അണലി കടിച്ചതാവാനാണ് സാധ്യത. ആ ഒരു പല്ലിൻ്റെ ആഴവും ചില പാമ്പുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഊർജ്ജവും അങ്ങോട്ട് കൊടുക്കും. ഒരു പാമ്പിൻ്റെ ഊർജ്ജമാണ് പാമ്പിൻ്റെ വിഷം എന്ന് പറയുന്നത്. അതിന് ആൻറ്റിവനം കുതിരകളിൽ കൊടുത്തിട്ട് ആൻറ്റിവനം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ സജ്ജമാണ്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഈ രോഗിയെ ബേജാറാക്കാത്ത രീതിയിൽ പരമാവധി ഹോസ്പിറ്റലുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ കഴിയും.
നമ്മുടെ ചുറ്റുമുള്ള രീതികൾ ആലോചിച്ച് നോക്കുക. പണ്ടൊരു കാലത്ത് പുത്തമ്പള്ളിക്കലെ മൂപ്പരുടെ വെള്ളം കുടിച്ചിട്ട് പാമ്പ് വിഷചികിത്സക്ക് വലിയൊരു മരുന്നായിരുന്നു. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പെരുമ്പടപ്പ് പുത്തമ്പള്ളിയുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കറിയാം. ചെറുപ്പത്തിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വല്ല തേള് കുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പുത്തമ്പള്ളിക്കലെ മൂപ്പരടുന്ന് കൊടുക്കുന്ന ഒരു വെള്ളം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും വീടുകളിൽ. അതൊന്നും ഈ സംസം വെള്ളം ഇത്ര നമ്മുടെ വീടുകളിലേക്കൊന്നും എല്ലാ വീടുകളിലേക്കൊന്നും പ്രബലമായിട്ട് എത്തൂല. വലിയ പണക്കാരായ ആളുകൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അവർ കൊണ്ടിരുന്ന കുറച്ച് സംസം വെള്ളം അതും അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ, പൊതുജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അന്ന് അവർക്കൊക്കെ ഒരാശ്രയം ഏതായിരുന്നു? ഈ പുത്തമ്പള്ളിയിലെ കിണറ്റിലെ വെള്ളമാണ്. അദ്ദേഹത്തിന് വിഷചികിത്സയിൽ വളരെ വലിയ പ്രസിദ്ധി നേടിയിരുന്ന ഒരു മക്കാമായിരുന്നു പുത്തമ്പള്ളി മക്കാം. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നിരുന്ന ഒരു വിഷചികിത്സ അന്ന് വളരെ ഫലവത്തായിരുന്നു. അന്ന് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അന്നതൊരു വലിയ ഫലപ്രാപ്തിയായിരുന്നു. ഇന്ന് ആളുകൾക്ക് എന്താ പറയുക, എന്തെങ്കിലും പാമ്പ് കടി ഏറ്റാൽ നേരെ പുത്തമ്പള്ളിക്ക് കൊണ്ടുപോകാതിരിക്കാൻ കാരണം ഇന്ന് നമുക്ക് ചുറ്റും എന്തുണ്ട്? ഹോസ്പിറ്റലുകളുണ്ട്. അതേപോലെ തന്നെയാണ് കുറെ വിഷവൈദ്യന്മാരും ഇതേപോലെ കുറെ അന്ധവിശ്വാസങ്ങളും ഉണ്ട്. ഈ പാമ്പ് കടിയേറ്റ ഒരാൾക്ക് കള്ളമരണം ഉണ്ടാവും എന്നുള്ളത്. ഇതിന് എത്ര പേര് അത് കേട്ടുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞത്. അത് പാമ്പ് കടിയേറ്റ ആൾ ശരിക്കും മരിക്കൂലത്രേ, മരിച്ച പോലെ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഈ വൈദ്യന്മാരടുത്ത് കൊണ്ടുപോയിട്ട് വൈദ്യന്മാർ കുറേ പച്ചില മരുന്നുകളും മറ്റൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആളങ്ങോട്ട് ജീവനോടെ ചാടും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഈ ഡോക്ടർമാരെ ആളെ കൊല്ലുന്നത് പോലെ ചെയ്യുക. ഇങ്ങനെ കള്ളമരണം ഇവർ മരിച്ചു എന്ന് കരുതിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള നാട്ടുവൈദ്യന്മാരെടുത്തോ വിഷവൈദ്യന്മാരെടുത്തോ കൊണ്ടുപോലാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരു അന്ധവിശ്വാസം. പൂർണ്ണമായിട്ടും അന്ധവിശ്വാസമാണ്. ഒന്നാമതായിട്ട് ഈ ഒരു വിഷം നമ്മൾ കൃത്യമായിട്ട് അലോപ്പതിയിലൊക്കെ അതിൻ്റെയൊക്കെ പഠനങ്ങളൊക്കെ തെളിയിച്ചതാണ്. പല പാമ്പുകൾക്കും പല രീതിയിലാണ് വിഷം വർക്ക് ചെയ്യുക. ചില ആളുകൾക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ ശരീരം മുഴുവനും ഈ രക്തത്തിൽ മുഴുവനും ഈ വിഷം കലരുകയും ആളുടെ രക്തം പമ്പ് ചെയ്യുന്നത് അവിടെ നിൽക്കുകയും ആൾ വളരെ വേദനിച്ചുകൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്യും. ചിലത് മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ പണ്ടൊരു കാലത്ത് വിഷവൈദ്യന്മാർ പല ആളുകളും ഇതുപോലെ കൊണ്ടുവന്ന് ഡോക്ടർമാർ കൈയൊടിഞ്ഞ പല കേസുകളിലും ഈ വിഷവൈദ്യന്മാർ എന്നെ ചികിത്സിച്ച് മാറ്റിയത് കൊണ്ടിട്ടാ. അതും കൂടി നമ്മൾ പറയണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എക്സ്പീരിയൻസ് ഉണ്ടോ ഇതിൽ? ഈ പാമ്പിൻ വിഷം ഏറ്റു കഴിഞ്ഞാൽ, പാമ്പ് കൊത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലാണോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഷവൈദ്യന്മാരടുത്ത് കൊണ്ടുപോകാൻ നല്ലത് എന്നുള്ള അഭിപ്രായമുള്ളവണ് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഈ ഒരു അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് ബേജാറാക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുള്ളത്. പിന്നെ പാമ്പ് കടി ഏറ്റാൽ പിന്നെ ബേജാറാവും ഉറപ്പല്ലേ. ഒരു പാമ്പ് നമ്മൾ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇപ്പോൾ ബേജാറാവാതിരിക്കുക? നീർക്കോലി കടിച്ചാണെന്ന് പറയേ. പാമ്പ് കടിയേറ്റ ആൾക്ക് കൃത്യമായിട്ട് ഇത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ പാമ്പ് ഒരിക്കലും മനുഷ്യന്റെ ശത്രുവല്ല. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് ചില കൊല്ലൽ സുന്നത്തായ ജീവികളിൽ പെട്ടതാണ് പാമ്പ്, എലി എന്നൊക്കെ പറയുന്നത്. അതായത് ഇവർ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ജീവജാലങ്ങൾ തന്നെയാണ്. ഭൂമിയിൽ ഇവർ വേണം. മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവരെ കൊല്ലാൻ അനുമതിട്ടോ. അല്ലാതെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ അനുവദിക്കപ്പെട്ട ജീവികളാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഈ പാമ്പും അതേപോലെ എന്താ പറയുക, ഈ എലിയൊക്കെ അടങ്ങുന്ന സമൂഹമാണ് നമ്മളെ ഈ ഭൂമിയെ നിലനിർത്തുന്നത്. അപ്പൊ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന്, പല്ലിയെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം. പാവം പല്ലി നമ്മുടെ വീട്ടിലുള്ള പ്രാണികളെയൊക്കെ തിന്ന് വീട് വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്. ഇനി പല്ലിയുടെ ശല്യം ഒഴിവാക്കാൻ വേറെ എന്തെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് കരുതി പല്ലിയെ കണ്ടിടത്ത് വെച്ച് കൊല്ലൽ സുന്നത്താണ് എന്നൊക്കെ കരുതുന്നവരുണ്ട്. അതിനൊക്കെ ഹദീസൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. ആ ഹദീസിലൊക്കെ പറഞ്ഞ പല്ലി എന്ന് പറഞ്ഞ മരുഭൂമിയിൽ കാണുന്ന ഭീകരനായ ഒരു ജീവി വേറെ ഉണ്ട്, പല്ലി പോലെ സാധനം. അതിന് കൊല്ലാൻ വേണ്ടി വലിയ കുന്തൊക്കെ എടുത്ത് പോകുന്ന ഹദീസിലുണ്ട്. അപ്പൊ കുന്തൊക്കെ ആയിട്ട് പോവാണെങ്കിൽ ഈ ചുമരുമ കാണുന്ന ഈ ഒരു വെല്ലിനത്ര നിന്നുള്ള പല്ലി ആവൂലല്ലോ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഏതായാലും പാമ്പ് കടി ഏൽക്കുന്നത് വളരെ വേദനിക്കുന്ന ഒന്നാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു സംഭവം, മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ നടന്ന ഈ സംഭവം അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാണ്ട്, തിരൂരങ്ങാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തിരൂരങ്ങാടിയിൽ 8 മാസം പ്രായമുള്ള ഒരു കുട്ടി, അബ്ദുറഹിമാന്റെയും സെമീറയുടെയും മോനാണ്. ഈ കുട്ടി ഇങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന പ്രായമുള്ള കുട്ടിയല്ലേ. അപ്പോൾ ഈ ഉമ്മ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് എന്തോ എടുക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് കുട്ടി മുട്ടുകുത്തി വന്നിട്ട് ഈ കൊതുകിനടിക്കണ മരുന്നുണ്ടല്ലോ, ആ മരുന്ന് കുട്ടി വായവെച്ചു. അപ്പോൾ ഈ മരുന്ന് കഴിഞ്ഞിട്ട് ഇവരാ ബോട്ടിൽ ഒഴിവാക്കിയതാണ്, അതെടുത്ത് കളയാൻ വിട്ടുപോയി. അതവിടെ വീട്ടിലുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. അതിന് വിഷയേറ്റിട്ട് ഈ കുട്ടി മരണപ്പെട്ടു. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഈ സമയം ഒരു മഴക്കാല സമയമാണ്, നന്നായിട്ട് കൊതുകുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല കൊതുകാണ്. അപ്പോൾ നമ്മളതിന് മരുന്നടിക്കാൻ വേണ്ടി സ്പ്രേ അടിക്കുന്ന കൊതുകിൻ്റെ മരുന്നുണ്ട്. നമ്മളത് കൊണ്ടുവെക്കുമ്പോൾ ഒരിക്കൽ പോലും ഇതിൻ്റെ മണം കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേഗത്തിൽ കിട്ടാവുന്ന രീതിയിലാവരുത്. അത് ഭയങ്കര പോയിസനാണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ശ്വാസമുട്ടലുണ്ടാവും. അപ്പോൾ അതും കൂടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ച 2 സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആ ഒരു കുട്ടിക്ക് പാമ്പ് കടിയേറ്റപ്പോൾ കൃത്യമായുള്ളൊരു ശാസ്ത്രബോധം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ജീവനോടെ 17കാർ ഉണ്ടാകുമായിരുന്നു. 2, തിരുവരങ്ങാടിയിലെ കുട്ടി ഇത് വളരെ ആക്സിഡൻ്റലാണ്
കാരണം ആ കുട്ടി ഇപ്പം അങ്ങനെ എടുക്കുന്നുള്ളത് വീട്ടുകാർ കരുതിയിട്ടില്ല. അള്ളാഹു ആ ഒരു മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ആ ഒരു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും കൃത്യമായ ആൻസർ എഴുതി നബിദിനം എന്താണെന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. നമ്മളിന്ന് ചോദിക്കുന്ന ചോദ്യം, ഹബീബായ നബി ഉപയോഗിച്ച ഒരുപാട് കിണറുകൾ മദീനയിലുണ്ട്, അതിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കിണറിൻ്റെ പേരെഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.